ഹായ് വെൽക്കം ടു 19th ഡേ ഓഫ് വെയിറ്റ് ലോസ് ചാലഞ്ച്. അപ്പോൾ എങ്ങനെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യുന്നവരൊക്കെ ഉഷാറായിട്ട് പോകുന്നില്ലേ? ഞാൻ ചെയ്ത് കാണിക്കുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം അല്ലേ. ഇന്ന് ഞാൻ മോർണിംഗിൽ എണീറ്റ് ഉടനെ എടുത്തത് ഒരു ഗ്രീൻ ടീ ആണ് കേട്ടോ. ഗ്രീൻ ടീ ആണ് മോർണിംഗിൽ എടുത്തത്. ഗ്രീൻ ടീ കുടിച്ചതിന് ശേഷം എടുത്തത് ഒരു സ്മൂത്തിയാണ്. ക്യാരറ്റും സ്ട്രോബെറിയും ആപ്പിളും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സ്മൂത്തിയാണ്. ഇതിൽ പാലോ വേറെ ഒന്നും ഒഴിക്കുന്നില്ല, വെറും വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഒരു സ്മൂത്തിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു ടീസ്പൂണ് ചിയാ സീഡും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിയാ സീഡ്, ക്യാരറ്റ്, ആപ്പിൾ, സ്ട്രോബെറി ഇത്രയും സാധനങ്ങളാണ് ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോബെറിയുടെ ക്യാരറ്റിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഇതിന് വരിക കേട്ടോ. ബാഡ് ടേസ്റ്റ് അങ്ങനെ ഒന്നുമില്ല. സ്ട്രോബെറിയുടെ മധുരവും പുളിപ്പും ഒക്കെ ഉണ്ട്. വലിയ പുളിപ്പില്ലാത്ത സ്ട്രോബെറി ആയ കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുടിക്കാൻ വലിയ ബോർ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് ലഞ്ചിന് ഞാനിതാ ചോറ് എടുത്തിട്ടുണ്ട്. ചോറ്, പിന്നെ ഒരു കടലയുടെ ഒരു ഉപ്പേരി, അതേപോലെ തന്നെ കേവേജ് ഉപ്പേരി ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഓംപ്ലേറ്റ് എടുത്തു. പ്രോട്ടീനായിട്ട് ഞാൻ ഓംപ്ലേറ്റ് ആണ് കേട്ടോ എടുത്തത്. അപ്പോൾ കറിയായിട്ട് ഞാനിത് അവിടെ സാമ്പാറാണ് കേട്ടോ എടുക്കുന്നത്. കറിയായിട്ട് സാമ്പാർ എടുത്തു. പിന്നെ കുറച്ച് അച്ചാറും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതൊക്കെയാണ് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് ഹമ്മൂസിന്റെ റെസിപ്പി എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഇനി അടുത്തത് ഞാൻ ഹമൂസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഹുമൂസ് എന്നൊക്കെ പറയും. അപ്പൊ ഇത് ശരിക്കും ഒരു അറബിക് ഡിഷാണ്. സാധാരണ നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇത് ശരിക്കും നമ്മൾ ഈ മൈന്യൂസിന് പകരമൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. അത് നമ്മൾ ഡ്രസ്സിംഗ് ആയിട്ട് മൈന്യൂസ് യൂസ് ചെയ്യുന്നിടത്തൊക്കെ നമുക്ക് ഈ ഹമൂസ് യൂസ് ചെയ്യാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് കൂടുതലും ചിക്ക് പീസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ചിക്ക് പീസ് ആണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ചിക്ക് പീസിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഹൈ പ്രോട്ടീൻ ആണ്, ഹൈ ഫൈബർ ആണ്, മാഗ്നീഷ്യം, സിങ്ക് അങ്ങനത്തെ അതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഷുഗർ പേഷ്യൻസിനൊക്കെ ഇത് സാലഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. അപ്പൊ ചിക്ക് പീസ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡയറ്റ് ചെയ്യുന്നവർക്ക് തന്നെ കുറച്ച് നേരം വയറ് ഫുൾ ആയിട്ട് ഇരിക്കുന്ന മാതിരി ഫീൽ ചെയ്യും, പെട്ടെന്ന് വിശക്കൂല. അങ്ങനത്തെ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി സാധനമാണ് കേട്ടോ ഈ ചിക്ക് പീസ്. അപ്പൊ നമ്മൾ ഡയറ്റിൽ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ നോക്കണം കേട്ടോ ചിക്ക് പീസ്. നല്ലൊരു ഐറ്റമാണ്. ഈ ചിക്ക് പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളക്കടലയാണ് ചിക്ക് പീസ്. ഞാൻ ഫോട്ടോ ഇവിടെ കൊടുക്കാം കേട്ടോ. അറിയാത്തവർക്ക് അത് കണ്ടാൽ മനസ്സിലാവുമല്ലോ. നമുക്ക് എന്തൊക്കെയാ ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഹമൂസ് ഉണ്ടാക്കാൻ വേണ്ടതെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്ക് പീസ് ആണ് മെയിൻ ഇൻഗ്രീഡിയന്റ്. ചിക്ക് പീസും സെസമി സീഡും. സെസമി സീഡ് തഹീനി എന്നൊക്കെ പറയും. തഹീനി അതിന്റെ അരച്ച പേസ്റ്റിനാണ് തഹീനി എന്ന് പറയാ. അത് നമുക്ക് ചിലപ്പം മാർക്കറ്റിൽ കിട്ടും. എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വെള്ളം വെച്ചിട്ട് വറുത്ത് അതൊന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് നമുക്ക് തഹീനി കിട്ടും കേട്ടോ. അപ്പൊ അങ്ങനെ തന്നെ ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഹമൂസ് എങ്ങനെ തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗാർലിക്, പിന്നെ ഒലിവ് ഓയിൽ, ഇത്രയും സാധനം മതി നമുക്ക് അടിപൊളിയായിട്ട് ഹമൂസ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഞാനിത് അവിടെ കുക്കറിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ ചിക്ക് പീസ് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് സാധാരണ നമ്മൾ കറിയൊക്കെ ചെയ്യല്ലോ, കറിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഉപ്പൊന്നും ഇടണ്ട, ഒരു സംഭവം ഇടണ്ട. പ്ലെയിൻ ആയിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ട് അതിനുശേഷം അത് കുക്ക് ചെയ്തിട്ട് എടുക്കുക. അത്ര മാത്രം ചെയ്താൽ മതി കേട്ടോ. കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇത് സോക്ക് ചെയ്ത് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്ക് പീസ് ഇവിടെ റെഡി. അപ്പൊ അത് ബോയിൽ ചെയ്ത വാട്ടറാണ് കേട്ടോ ഇപ്പുറത്തിരിക്കുന്നത്. അപ്പൊ ഇതാ ചിക്ക് പീസ് ഞാൻ ഒന്ന് ഇതിന്റെ തൊലി ഒന്ന് കളയണം. അപ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് ഞെരട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തൊലി വരും. അപ്പൊ അത് എങ്ങനെ ഈസിയിൽ നമുക്ക് കളയാൻ പറ്റുക എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഈ പാത്രത്തിലോട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് അതിങ്ങനെ ജസ്റ്റ് ഞെരടി കൊടുക്കുക. വല്ലാണ്ട് ഹാർഡായിട്ട് ഞെരടണ്ട, ചെറുതായിട്ടൊന്ന് ഞെരടിയിൽ തന്നെ അത് തൊലി ഇങ്ങനെ പോന്ന് കിടക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് ഊറ്റിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തൊലികളൊക്കെ നമ്മളെ കയ്യിലോട്ട് വരുന്നത് കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതിൻ്റെ തൊലികളൊക്കെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വന്ന് കിടക്കുന്നത്. ഇത് തൊലി കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് ചിലപ്പോൾ അടിയില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും. സാധാരണ ഹമൂസ് റെസിപ്പിയിൽ എല്ലാവരും തൊലി കളയലുണ്ട്. അപ്പം അതുപോലെ ഞാനും കളയലുണ്ട്. തൊലി കളയാതെ ഇട്ടാൽ ചിലപ്പം അടിഞ്ഞു കിട്ടുന്നുണ്ടാവില്ല. തൊലി കുറച്ച് ഒരു റബ്ബറി ടെക്സ്ചർ ആയ കാരണം. അപ്പോൾ എന്തായാലും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഊറ്റി കളഞ്ഞിട്ടുണ്ടെങ്കിൽ തൊലി നമ്മളെ കയ്യിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്ക് പീസൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെച്ച് നമുക്ക്
എള്ള് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ കുറച്ച് എള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഒരു റെഡിഷ് കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. റെഡിഷ് കളർ ആവണ വരെ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്ലേവർഫുൾ ആയിരിക്കും കേട്ടോ. നല്ല ഫ്ലേവർ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഈ ഒരു പാകം എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വറുക്കലൊക്കെ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് ഇതായിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് പേസ്റ്റ് ആക്കണം. ഇതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക കേട്ടോ. നല്ല രീതിയിൽ ആദ്യം ഒന്ന് അടിച്ചു കൊടുത്താൽ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ ആക്കിയെടുത്താൽ മതി കേട്ടോ. ഇനി ഇതാ നമുക്ക് നമ്മൾ കടല ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ മിക്സിയിൽ ഈ കടല ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അതിൻ്റെ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അതും ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്, ഒരുപാട് ലൂസായി പോകും. ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അത് 2 ഗാർലിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇപ്പൊ നല്ലോണം പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തഹീനി, അതായത് നമ്മൾ സെസ്മി സീഡ് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ശരിക്കും ഇതിന്റെ പേസ്റ്റ് മാർക്കറ്റിൽ കിട്ടും. മാർക്കറ്റിൽ കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന ടൈപ്പ് ഇതാ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ബോട്ടിലായിട്ട് നമുക്ക് കിട്ടും. തഹീന 100% സെസ്മി സീഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. അത് നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് നമ്മൾ നാട്ടിൽ ചിലപ്പോൾ ഇത് അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അതെങ്ങനെ ചെയ്യാന്നുള്ളത് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പൊളി ലെമൺ ജ്യൂസ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ടും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തു കേട്ടോ. ഇത് ഇപ്പൊ അരക്കാൻ നല്ല ടൈറ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ തണുത്ത വെള്ളം അല്ലെങ്കിൽ ഒരു ഐസ് ക്യൂബോ ഒന്നോ രണ്ടോ ഐസ് ക്യൂബ്, നമുക്ക് എത്ര ലൂസ് വേണം അതിനനുസരിച്ച് ഐസ് ക്യൂബോ അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് തിക്കാവുമ്പോൾ മിക്സി ചൂടാവാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്ന് തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലോട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഉപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് അതൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം ഞാനിവിടെ 3 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒലിവ് ഓയിലും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പൊ ഇതാ നമ്മൾ ഹമ്മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഹമ്മൂസ് റെഡി ആക്കിയാൽ നോക്കിയേ. നല്ല അടിപൊളിയായിട്ട് നല്ല ക്രീമി ആയിട്ട് നല്ല ടേസ്റ്റിൽ നമ്മൾ ഹമ്മൂസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. മയോനൈസ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മയോനൈസിന് പകരം നമുക്ക് സ്പ്രെഡായിട്ട് ഡയറ്റ് ചെയ്യണവരും അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ളവരും അതുപോലെ ഷുഗർ പേഷ്യൻസിനൊക്കെ അടിപൊളിയായിട്ട് ഇത് ചെയ്തിട്ട് എടുത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ഞാനിതാ ഈ ഹമ്മൂസ് ഒന്നൊന്ന് ഡെക്കറേറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാനിപ്പോ ഇട്ട് കൊടുക്കുന്നത് ചെറുതായിട്ട് ചില്ലി പൗഡർ ആണ്. ചില്ലി പൗഡർ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ കുറച്ച് കടല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, വേവിച്ച കടല, അതും വെച്ചു കൊടുത്തു. പിന്നെ ഒലിവ് ഓയിലും വെച്ചു കൊടുത്തു. പിന്നെ അതിന്റെ മുകൾക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഹമ്മൂസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതേപോലെ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് കറക്റ്റ് വരിക. പിന്നെ ഈ ഹമ്മൂസിന് ഒന്നും കൂടി ടേസ്റ്റ് കിട്ടാൻ ഇപ്പോൾ തലേന്ന് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ ചെയ്ത് എടുക്കണേ. ഇതിപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും തലേന്ന് ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ മുമ്പ് ഉണ്ടാക്കിയിട്ട് 2 മണിക്കൂറിന് ശേഷം കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതാ ഇങ്ങനെ കോരി തിന്നാൻ നല്ല ടേസ്റ്റ്, നന്നായിട്ട് ബ്ലെൻഡായി വന്നിട്ട് നന്നായിട്ട് വെന്ത കാരണം ഒരു തരി പോലും ഇല്ലാതെ നന്നായിട്ട് ഇത് വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ഉപ്പ്, കറക്റ്റ് പുളി, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഹമ്മൂസ് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. നിങ്ങൾ തന്നെ കണ്ടതാണ് വീഡിയോ. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കണം കേട്ടോ. എന്താണ് ഇവിടെ പരിപാടി? എന്താണ് ഹമ്മൂസ് കഴിക്കുക? സ്പൂണായിട്ട് കഴിച്ചോ? ഇവിടെ ഐസ്ക്രീം കോരിത്തുന്നതാണ് കോരിത്തുന്നിട്ട്. ഇത് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ വിച്ചു? പിന്നെ ഞാൻ ഈവനിങ്ങിൽ ഒരു റാപ്പാണ് കേട്ടോ എടുത്തത്. റാപ്പ് എന്ന് പറയുന്നത് ഒരു ലക്ട്യൂസ് വെച്ചിട്ട് ഒരു സാൻഡ്വിച്ച് റോള് പോലെ ഉണ്ടാക്കി എടുക്കാൻ നോക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇതാ ഇതേപോലെ ലെറ്റ്യൂസ് റെഡിയാക്കി എടുത്തു. അതിനുശേഷം ഞാനിതാ ഹമൂസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അതിൻ്റെ മുകൾക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ ക്യാരറ്റ് കുക്കുംബറൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും വെച്ച് കൊടുത്തു. പിന്നെ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ബോയിൽ ചെയ്ത് വെച്ച ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ഇട്ടിട്ട് ബോയിൽ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പം അതും വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് റാപ്പ് ചെയ്തിട്ടെടുത്തു കേട്ടോ. ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മളിത് ശരിക്കും ഒരു സാൻഡ്വിച്ച് കഴിക്കുന്ന ആ ഒരു ഫീലിംഗ് തന്നെ ഉണ്ടായിരുന്നു. ഇത് ലെറ്റ്യൂസിലാണ് റാപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗ് ഒന്നുമില്ല. അപ്പം നമുക്ക് ഡയറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫുഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതാ റാപ്പ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനത് എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് നല്ലൊരു പ്ലേറ്റിംഗ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ വിചാരിച്ച പോലെ പ്ലേറ്റിംഗ് അങ്ങോട്ട് റെഡി ആയില്ല, ഒത്തു വന്നില്ല. ഇങ്ങോട്ട് വലിച്ചപ്പോൾ അങ്ങോട്ട് പോയി, അതപ്പോൾ ഉണ്ടായത്. എന്തായാലും നിങ്ങളെ കാണിക്കുന്നല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പ്രഹസനമൊക്കെ കാണിക്കുന്നത് കേട്ടോ. എന്തായാലും റാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല വിഷമുണ്ടായിരുന്നു, അതുകൊണ്ടാണോ ഇത്ര ടേസ്റ്റ് എന്നറിയില്ല. ഞാൻ എന്തായാലും ജെന്യൂൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ടേസ്റ്റിന്റെ കാര്യം പറയാറുള്ളത്. ഇത് അടിപൊളി റാപ്പാണ് കേട്ടോ, അങ്ങനെ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണം ഒരുപാട് പേരുണ്ട്, സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യുക കേട്ടോ. കൂടെ കമൻറ്റും കൂടിയും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.